പണ്ഡിറ്റ് പരമാനന്ദ് ഖരെ 28 വർഷക്കാലം ബ്രിട്ടീഷ് ജയിലിൽ കിടന്ന വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവും തിരിച്ചറിഞ്ഞ സുഭാഷ് ചന്ദ്രബോസാണ് അദ്ദേഹത്തെ പണ്ഡിറ്റ് പരമാനന്ദ് എന്നാദ്യമായി വിളിച്ചത്. ലാഹോർ സെൻട്രൽ ജയിലിലെ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചപ്പോൾ അദ്ദേഹം ശിക്ഷ വിധിച്ച ജഡ്ജിയെ നോക്കി പൊട്ടിച്ചിരിച്ചു. വിപ്ലവ സംഘടനയായ ഗദർ പാർട്ടി അംഗം കൂടിയായിരുന്നു പരമാനന്ദ്. 16-ാം വയസ്സിൽ തന്നെ അദ്ദേഹം തൻ്റെ വിപ്ലവ ജീവിതം ആരംഭിച്ചിരുന്നു. 1915 പരമാനന്ദിനെയും സഹവിപ്ലവകാരികളെയും ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ലാഹോർ ഗൂഢാലോചന കേസിൽ അവരെ വിചാരണ ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തപ്പോൾ രാജ്യമുടനീളം പ്രതിഷേധമുണ്ടായി. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു. പരമാനന്ദിൻ്റെ മുത്തച്ഛൻ മൻരഖൻ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തടവിലാവുകയും ജയിലിലെ പീഡനത്തെ തുടർന്ന് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിപ്ലവകാരിയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം പരമാനന്ദിൽ നിറയാൻ ഇത് ഒരു കാരണമായിരുന്നു. അന്തമാനിലെ കാലാപാനിയിൽ 22 വർഷം തുടർച്ചയായി അദ്ദേഹം ജയിൽ പീഡനങ്ങളും യാതനയും അനുഭവിച്ചു. 1937 ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം വീണ്ടും പഴയ വിപ്ലവ പ്രവർത്തനം തുടരുകയും 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 28 വർഷക്കാലം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചു. എത്ര വർഷം ജയിലിൽ കിടന്നു എന്നതല്ല, ജയിൽവാസം ഒരു വ്യക്തിയുടെ മനോഭാവത്തിൽ എന്ത് മാറ്റം വരുത്തി എന്നതാണ് പ്രധാനം. വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട ശേഷം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം കോടതിയെ നോക്കി പൊട്ടിച്ചിരിച്ചു. ദീർഘമായ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ പണ്ഡിറ്റ് പരമാനന്ദ് ഖരെ അന്ത്യം വരെ വിപ്ലവകാരിയായി തുടർന്നു. രാജ്യസ്നേഹികൾക്ക് എന്നും അദ്ദേഹം ആദരണീയനായി. അന്തമാനിൽ VD സവർക്കർ ജയിൽ ശിക്ഷ അനുഭവിച്ചത് 13 വർഷമാണ്. പിന്നീട് കുറച്ചു കാലം കൂടി ജയിൽവാസം അനുഷ്ഠിച്ചെങ്കിലും അദ്ദേഹം സ്വന്തം ജില്ല വിട്ടുപോകരുത് എന്ന പോലീസ് നിയന്ത്രണത്തിലായിരുന്നു എന്ന് മാത്രം. 10 വയസ്സുള്ളപ്പോൾ ഒരു മുസ്ലിം പള്ളി ആക്രമിക്കുന്ന സംഘത്തിൽ സവർക്കറുമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയും ബ്രിട്ടീഷ് വിരുദ്ധ സമരപ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചതിനാൽ അദ്ദേഹത്തെ ഗാന്ധിജിയും ഭഗത് സിംഗും എല്ലാം ആദരിച്ചു. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന ഗ്രന്ഥം എഴുതിയതാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റിയത്. എന്നാൽ ജയിലനുഭവങ്ങൾ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭക്തനാക്കി മാറ്റി. ആശയപരമായി അദ്ദേഹം കീഴടങ്ങി. പലതവണ മാപ്പ് എഴുതി കൊടുത്തു. ജയിൽ മുക്തനായപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. കടുത്ത ഹിന്ദുത്വവാദിയായി. ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ശത്രുവായി പരിഗണിച്ച് എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകം പുറത്തിറക്കി. അങ്ങനെയാണ് സവർക്കർ രാജ്യവിരുദ്ധനായി തീർന്നത്. പണ്ഡിറ്റ് പരമാനന്ദ് ഖരെയെപ്പോലുള്ള വിപ്ലവകാരികൾ ഇന്നും ആദരിക്കപ്പെടുമ്പോൾ സവർക്കർ വെറുക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധമായ പിൽക്കാല ജീവിതം കാരണമാണ്. RSS ആദരിക്കുന്നത് സവർക്കറുടെ വിപ്ലവ ജീവിതത്തെയല്ല, വർഗീയവാദത്തെയാണ്. നന്ദി.